അനാഥല്ലല്ലോ. എവിടെ കൊണ്ട് തിന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന മട്ടിൽ വളർത്തിയ മകൻ ഒരു പിതാവിന് നൽകിയ വളരെ വേദനിപ്പിക്കുന്ന ഒരു സമ്മാനമാണ് നമ്മൾ കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മിമ്പറിൽ നിന്നുകൊണ്ട് 3 തവണ ആമീൻ പറയുകയുണ്ടായി. തിരികെ ഇറങ്ങുമ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് ആ മെഹ്റാബിൽ നിന്നുകൊണ്ട് ആമീൻ പറഞ്ഞത്? അപ്പോൾ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന് ഒരു ദുആ ചെയ്തു. എന്തെന്നറിയോ? ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ വെച്ച് അവൻ്റെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യം സംഭവിക്കുകയും എന്നിട്ടും അവൻ സ്വർഗം കരസ്ഥമാക്കിയില്ല എങ്കിൽ അവൻ നശിച്ചു പോട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം നബിതങ്ങളോട് വന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്കാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ ആമീൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിന് വല്ലാതെ വേദന തോന്നി. കാരണം എന്തെന്നറിയോ? വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വളർത്തിയ ആ മാതാപിതാക്കൾ, ആ മകൻ അവസാനം ആ പിതാവിനെ ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റുമ്പോൾ പ്രവാചകന്റെ വചനങ്ങൾ നാം ഒന്ന് ചിന്തിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ സ്വർഗം എന്ന് പറയുന്നത് അവന്റെ മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ്. ആ സ്വർഗത്തിന്റെ വാതിലെന്ന് പറയുന്നത് അവന്റെ പിതാവാണ്. ആ പിതാവിനെയും ആ മാതാവിനെയും അവൻ തള്ളിക്കളയുമ്പോൾ അവൻ സ്വർഗത്തെയാണ് അവഗണിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പരിപൂർണമായ ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.